സിലിണ്ടർ ബ്ലോക്ക് എന്താണ്? ഒരു വാഹനത്തിലെ എഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ് സിലിണ്ടർ ബ്ലോക്ക്. എഞ്ചിന്റെ ശരീരം അഥവാ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഭാഗമാണ് എഞ്ചിനിലെ മറ്റു ഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത്. സാധാരണയായി കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലൂമിനിയം അലോയ് ഉപയോഗിച്ചാണ് സിലിണ്ടർ ബ്ലോക്കുകൾ നിർമ്മിക്കുന്നത്. ഇതിന് കാരണം അവയ്ക്ക് ഉയർന്ന ശക്തിയും ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുമുണ്ട്. സിലിണ്ടർ ബ്ലോക്കിനുള്ളിലാണ് പിസ്റ്റണുകൾ മുകളിലേക്കും താഴേക്കും ചലിക്കുന്നത്. ഈ ചലനം വഴിയാണ് വായുവും ഇന്ധനവും കൂട്ടിക്കലർന്ന് കംപ്രസ് ചെയ്യപ്പെടുന്നത്. തുടർന്ന് എക്സോസ്റ്റ് വാതകങ്ങൾ പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. കൂടാതെ ബ്ലോക്കിനുള്ളിൽ എഞ്ചിൻ തണുപ്പിക്കാൻ സഹായിക്കുന്ന വെള്ളക്കുഴലുകൾ, വാട്ടർ ജാക്കറ്റ്സ് ഉണ്ട്. ഇതിലൂടെ കൂളന്റ് ഒഴുകി എഞ്ചിന്റെ ചൂട് കുറയ്ക്കുന്നു. അതുപോലെ എഞ്ചിനിലെ ചലിക്കുന്ന ഭാഗങ്ങൾക്ക് ലൂബ്രിക്കേഷൻ നൽകാൻ ഓയിൽ ചാനലുകളും ഓയിൽ പാസേജസ് ബ്ലോക്കിലുണ്ട്. ഇത് ഭാഗങ്ങൾ തമ്മിലുള്ള ഘർഷണം കുറച്ച് സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു. ഒരു എഞ്ചിന്റെ പ്രവർത്തനക്ഷമതയും ആയുസ്സും സിലിണ്ടർ ബ്ലോക്കിന്റെ ഗുണമേന്മയെ ആശ്രയിച്ചിരിക്കുന്നു. ബ്ലോക്കിൽ ചെറിയ കേടുപാടുകളോ വിള്ളലുകളോ ഉണ്ടായാൽ അത് കൂളിംഗ്, ലൂബ്രിക്കേഷൻ, കംപ്രഷൻ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും. ഇത് എഞ്ചിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ തകരാറിലാക്കും. അതുകൊണ്ടാണ് സിലിണ്ടർ ബ്ലോക്കിനെ എഞ്ചിന്റെ ഹൃദയം എന്നും അടിസ്ഥാനം എന്നും പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരു എഞ്ചിനിലെ എല്ലാ പ്രധാന പ്രവർത്തനങ്ങൾക്കും വേണ്ട അടിസ്ഥാന സൗകര്യം നൽകുന്ന ഉറപ്പുള്ളതും കരുത്തുറ്റതുമായ ഭാഗമാണ് സിലിണ്ടർ ബ്ലോക്ക്.